നമ്മുടെ ഈ ഒരു മൊഡ്യൂളിൽ നമ്മൾ ഇതുവരെ റാൻഡം വേരിയബിൾ ബൈവേരിയറ്റ് റാൻഡം വേരിയബിൾ എന്താന്ന് പറഞ്ഞു, അതിൽ മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻസ് ഫൈൻഡ് ചെയ്യാനുള്ള ഇക്വേഷൻസ് പറഞ്ഞു, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് പറഞ്ഞു. ആൻഡ് എക്സ് ആൻഡ് വൈ എന്ന് പറഞ്ഞ രണ്ട് ബൈവേരിയറ്റ് റാൻഡം വേരിയബിളിൻ്റെ ഇൻഡിപെൻഡൻസ് എങ്ങനെയാണ് ചെക്ക് ചെയ്യുക എന്നുള്ളതും പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇനി പറയുന്നത് ആ ബൈവേരിയറ്റ് റാൻഡം വേരിയബിളിൻ്റെ എക്സ്പെക്റ്റേഷൻ എങ്ങനെ ഫൈൻഡ് ചെയ്യാം. നമ്മൾ ലാസ്റ്റ് മൊഡ്യൂളിൽ സിംഗിൾ റാൻഡം വേരിയബിളിൻ്റെ എക്സ്പെക്റ്റേഷൻ ഫൈൻഡ് ചെയ്യാനുള്ള ഇക്വേഷനൊക്കെ പഠിച്ചിരുന്നു. അതായത് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ സമ്മേഷൻ എക്സ് എഫ് ഓഫ് എക്സ് ഇഫ് എക്സ് ഇസ് ഡിസ്ക്രീറ്റ് ആൻഡ് കണ്ടിന്യൂസ് ആണെങ്കിൽ ഇൻ്റഗ്രൽ എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഓക്കെ, അപ്പോൾ ബൈവേരിയറ്റ് കേസിൽ ഹൗ ടു ഫൈൻഡ് എക്സ്പെക്റ്റേഷൻ. സോ ബൈവേരിയറ്റ് കേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സും വൈയും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഫംഗ്ഷൻ ആയിരിക്കും. സോ ഫംഗ്ഷൻ ഓഫ് റാൻഡം വേരിയബിൾ, ഫംഗ്ഷൻ ഓഫ് ബൈവേരിയറ്റ് റാൻഡം വേരിയബിളിന് നമ്മൾ ജി ഓഫ് എക്സ് വൈ എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അത് എക്സ് പ്ലസ് വൈ ആവാം, എക്സ് വൈ ആവാം, 2xy, എക്സ് വൈ ഹോൾ സ്ക്വയർ ആവാം. ഓക്കെ, അപ്പോൾ എന്തോ എക്സിൻ്റെയും എക്സും വൈ ഇൻക്ലൂഡ് ആവുന്ന ഏതൊരു ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ അതിനാണ് ജി ഓഫ് എക്സ് വൈ. അപ്പോൾ ആ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈൻ്റെ എക്സ്പെക്റ്റേഷൻ എങ്ങനെ ഫൈൻഡ് ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. സോ എക്സും വൈയും ഡിസ്ക്രീറ്റ് ആണെങ്കിൽ സമ്മേഷൻ എക്സ് സമ്മേഷൻ വൈ ജി ഓഫ് എക്സ് വൈ എഫ് ഓഫ് എക്സ് വൈ. കാരണം എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എന്ന പ്ലേസിൽ എന്താണ്, ജി ഓഫ് എക്സ് വൈ ആണ്. സോ സമ്മേഷൻ എക്സ് എന്നുള്ള പ്ലേസിലും ജി ഓഫ് എക്സ് വൈ വരും, എഫ് ഓഫ് എക്സ് വൈ. ഓക്കെ, ഇത് ജോയിൻറ്റ് പി എം എഫ് ആണ് ഈ എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത്. ഇനി കണ്ടിന്യൂസ് കേസ് ആണെങ്കിൽ ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി, അതായത് എക്സിൻ്റെ റേഞ്ച് വൈൻ്റെ റേഞ്ച് ജി ഓഫ് എക്സ് വൈ എഫ് ഓഫ് എക്സ് വൈ ഡി എക്സ് ഡി വൈ. എക്സും വൈയും കണ്ടിന്യൂസ് ആവുന്ന കേസ്. അപ്പം ജസ്റ്റ് ഇത് മാത്രമേ ഇക്വേഷനിൽ ഡിഫറൻസ് ഉള്ളൂ. ഇതൊരു ഫംഗ്ഷനാണ്. എക്സ്പെക്റ്റേഷൻ ഓഫ് ജി ഓഫ് എക്സ് വൈ, സപ്പോസ് ഈ ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ എക്സ് പ്ലസ് വൈ ആണെന്ന് വെക്കുക. അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് പ്ലസ് വൈ ഫൈൻഡ് ചെയ്യാണ്. കണ്ടിന്യൂസ് ആണെങ്കിൽ ഇൻ്റഗ്രൽ ഓവർ എക്സ് ഇൻ്റഗ്രൽ ഓവർ വൈ എക്സ് പ്ലസ് വൈ എഫ് ഓഫ് എക്സ് വൈ ഡി എക്സ് ഡി വൈ അങ്ങനെ വരും. ഓക്കെ, സോ ദിസ് ഈസ് ദി എക്സ്പെക്റ്റേഷൻ ഓഫ് ബൈവേരിയറ്റ് റാൻഡം വേരിയബിൾ. നെക്സ്റ്റ് വൺ ഇസ് അഡീഷൻ തിയറം ഓഫ് എക്സ്പെക്റ്റേഷൻ. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് പ്ലസ് വൈ, റാൻഡം വേരിയബിൾ എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് പ്ലസ് എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ. സോ പ്രൂഫൊക്കെ രണ്ട് കേസും നമ്മൾ പറയുന്നുണ്ട്, ഡിസ്ക്രീറ്റ് കേസും കണ്ടിന്യൂസ് കേസ് വെച്ചിട്ടും പ്രൂവ് ചെയ്യുന്നുണ്ട്. സോ ഡിസ്ക്രീറ്റ് കേസ് എക്സും വൈയും ഡിസ്ക്രീറ്റ് ആണെങ്കിൽ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ സമ്മേഷൻ ഓവർ എക്സ് സമ്മേഷൻ ഓവർ വൈ എക്സ് പ്ലസ് വൈ എഫ് ഓഫ് എക്സ് വൈ. സോ ഇതിന് എക്സ് പ്ലസ് വൈ എന്നുള്ളതിനെ സ്പ്ലിറ്റ് ചെയ്യുക, അതായത് സമ്മേഷൻ എക്സ് സമ്മേഷൻ വൈ എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ്. ഓക്കെ, പ്ലസ് ഈ പ്ലസ് സമ്മേഷൻ എക്സ് സമ്മേഷൻ വൈ വൈ എഫ് ഓഫ് എക്സ് വൈ. ഓക്കെ, അപ്പോൾ ഇനി ഇതിനെ ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുന്നുള്ളൂ. സമ്മേഷൻ ഓവർ എക്സ്, ഈ എക്സിനെ ഔട്ട് സൈഡ് എടുത്തു, ബാക്കി ഉള്ളതിന് ഒരു മാറ്റവും വരുത്തുന്നില്ല, ഇടയിലൊക്കെ മൾട്ടിപ്ലിക്കേഷൻ ആണ് വരുന്നത്. സോ ജസ്റ്റ് ബ്രാക്കറ്റ് കൊടുത്തു എന്നേ ഉള്ളൂ. സമ്മേഷൻ വൈ എഫ് ഓഫ് എക്സ് വൈ പ്ലസ് അതുപോലെ സമ്മേഷൻ വൈ വൈ എന്നുള്ളതിന് ഔട്ട് സൈഡ് എടുത്തിട്ട് ബ്രാക്കറ്റിൽ എന്തിനെ എഴുതി, സമ്മേഷൻ എക്സ് എഫ് ഓഫ് എക്സ് വൈ. സോ നമുക്കറിയാം സമ്മേഷൻ വൈ എഫ് ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ എന്താണ്, f1x ആണ് അല്ലേ. മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ f1x എന്ന് പറഞ്ഞാൽ സമ്മേഷൻ ഓവർ വൈ ആണ് ചെയ്യുന്നത് ജോയിൻറ്റ് പി എം എഫിന്. ഓക്കെ, സോ അത് f1x എന്ന് വരും. സോ സമ്മേഷൻ ഓവർ എക്സ് എക്സ് ഈ ഒരു സംഭവം അവിടെ അങ്ങനെ തന്നെ ഉണ്ട്, f1x പ്ലസ് സമ്മേഷൻ ഓവർ വൈ വൈ അവിടെ തന്നെ വെച്ചു. ബ്രാക്കറ്റിലുള്ളത് ജോയിൻറ്റ് പി എം എഫിന് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് നമ്മൾ സം ചെയ്യുന്നത്, അതെന്ന് പറഞ്ഞാൽ f2y ആണ്. ഓക്കെ, മാർജിനൽ ഫംഗ്ഷൻ ഓഫ് വൈ ആണ്. സോ f2y. സോ സമ്മേഷൻ എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് സമ്മേഷൻ വൈ ഇൻറ്റു എഫ് ഓഫ് വൈ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ആണ് പ്ലസ് എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ. ഓക്കെ, ഇനി കണ്ടിന്യൂസ് കേസിൽ ഇതുപോലെ നമുക്ക് സമ്മേഷൻ കൊടുത്ത പ്ലേസിൽ ഇൻ്റഗ്രേഷൻ ആണ് നമ്മൾ ചെയ്യുക. ഇൻ്റഗ്രേഷൻ ഇതുപോലെ ഇനി എക്സ് പ്ലസ് വൈനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നു. ഓക്കെ, ഇനി ഇതിന് നേരത്തെ എഴുതിയ പോലെ ജസ്റ്റ് ബ്രാക്കറ്റ്സ് കൊടുത്ത് റീഅറേഞ്ച് ചെയ്ത് എഴുതുകയാണ്. ഇൻ്റഗ്രൽ എക്സിനെ ഔട്ട് സൈഡ് എടുത്തു, ഇൻ്റഗ്രൽ എക്സിനെയും ഡി എക്സിനെയും ഔട്ട് സൈഡ് എടുത്തു. ഓക്കെ, ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ കൊടുത്തത് ഇൻ്റഗ്രൽ എഫ് ഓഫ് എക്സ് വൈ ഡി വൈ. ഓക്കെ, അപ്പം ഇതെന്താണ്, വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് നമ്മൾ ജോയിൻറ്റ് പി ഡി എഫിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. അതെന്ന് പറഞ്ഞാൽ f1x ആണ് അല്ലേ. വിത്ത് റെസ്പെക്ട് ടു വൈ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് f1x ആണ്, വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് f2 ഓഫ് വൈ ആണ്. ഓക്കെ, അപ്പോൾ ഇൻ്റഗ്രൽ എക്സ്
f1x dx. ഇപ്പോൾ ഇൻ്റഗ്രൽ എക്സ് എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ആണ്. ഇൻ്റഗ്രൽ വൈ എഫ് ഓഫ് വൈ ഡി വൈ എന്ന് പറഞ്ഞാൽ എക്സ്പെക്ടേഷൻ ഓഫ് വൈ ആണ്. ഓക്കെ, സോ അഡീഷൻ തിയറം ഇസ് പ്രൂവ്ഡ് ഇൻ ദ കേസ് ഓഫ് ഡിസ്ക്രീറ്റ് ആൻഡ് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾസ്. നമ്മളിപ്പോൾ പ്രൂവ് ചെയ്ത അഡീഷൻ തിയറത്തിന് നമ്മൾ രണ്ട് എക്സ് വൈ എന്ന് പറഞ്ഞ രണ്ട് റാൻഡം വേരിയബിൾസിൻ്റെ കേസ് മാത്രം പറഞ്ഞിരുന്നു. അപ്പോൾ അതിനെ ജനറലൈസ് ചെയ്ത് n റാൻഡം വേരിയബിൾസ് എക്സ്പെക്ടേഷൻ ഓഫ് x1 പ്ലസ് x2 പ്ലസ് എക്സെട്ര xn ഇസ് ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് x1 പ്ലസ് എക്സ്പെക്ടേഷൻ ഓഫ് x2 പ്ലസ് എക്സെട്ര പ്ലസ് എക്സ്പെക്ടേഷൻ ഓഫ് xn. ഓക്കെ, അപ്പോൾ അതിനെ ജനറലൈസ് ചെയ്ത് എഴുതി. ദാറ്റ് ഈസ് എക്സ്പെക്ടേഷൻ ഓഫ് സം ഓഫ് റാൻഡം വേരിയബിൾ. എക്സ്പെക്ടേഷൻ ഓഫ് സം ഓഫ് റാൻഡം വേരിയബിൾ ഇസ് ദി സം ഓഫ് എക്സ്പെക്ടേഷൻ ഓഫ് റാൻഡം വേരിയബിൾ അല്ലേ. അതിന് ജസ്റ്റ് വേർഡ്സ് ആയിട്ട് എഴുതിയെന്നേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് മൾട്ടിപ്ലിക്കേഷൻ തിയറം. എക്സും വൈയും ടു. ഇപ്പം ഈ മൾട്ടിപ്ലിക്കേഷൻ തിയറം സ്റ്റേറ്റ് ചെയ്യുമ്പം അതിൽ നമ്മൾ പ്രത്യേകം എടുത്ത് പറയണം എക്സ് ആൻഡ് വൈ ആർ ടു ഇൻഡിപെൻഡൻറ്റ് റാൻഡം വേരിയബിൾസ്. ഓക്കെ, ദെൻ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് വൈ. ഇതും നേരത്തെ നമ്മൾ അഡീഷൻ തിയറം പ്രൂവ് ചെയ്ത പോലെ ഡിസ്ക്രീറ്റും കണ്ടിന്യൂസും വേറെ വേറെ തന്നെ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് അത്ര എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് വൈ എന്ന് പറയുമ്പോൾ സമേഷൻ എക്സ് സമേഷൻ വൈ, എക്സ് ഇവിടെ ബ്രാക്കറ്റിൽ എന്താണോ വരുന്നത് അതാണ് നമ്മളിവിടെ എഴുതുക, എഫ് ഓഫ് എക്സ് വൈ. ഓക്കെ, ഇനി അതിനെ സ്പ്ലിറ്റ് എഴുതി സമേഷൻ എക്സ് എക്സ് എഫ് വൺ. അപ്പോൾ ഇവിടെ നമ്മൾ എഫ് ഓഫ് എക്സ് വൈ എന്ന് എഴുതി. അപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആണ് എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഈ എഫ് ഓഫ് എക്സ് വൈനെ നമ്മൾ എങ്ങനെ എഴുതിയത്, എഫ് വൺ എക്സ് ഇൻറ്റു എഫ് ടു വൈ. അപ്പോൾ ഇൻഡിപെൻഡൻസ് ചെക്ക് ചെയ്യാനുള്ള കണ്ടീഷനാണ് എഫ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു എഫ് വൺ എക്സ് ഇൻറ്റു എഫ് ടു വൈ എന്നുള്ളത്. അപ്പോൾ അതവിടെ അപ്ലൈ ചെയ്തു എന്നേ ഉള്ളൂ. ഓക്കെ, എന്നിട്ട് ഈ ജസ്റ്റ് ഇതിൻ്റെ ഇടയ്ക്കൊക്കെ മൾട്ടിപ്ലിക്കേഷനാണ്. അപ്പോൾ ജസ്റ്റ് ബ്രാക്കറ്റ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്ത് എഴുതിയെന്നുള്ളൂ. സമ്മേഷൻ എക്സ് എക്സ് സമ്മേഷൻ എക്സ് എക്സ് എഫ് വൺ എക്സ് അതൊരു ബ്രാക്കറ്റിൽ എഴുതി. സമ്മേഷൻ വൈ വൈ എഫ് ടു ഓഫ് വൈ. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ആണ്, ഇതെന്ന് പറഞ്ഞാൽ എക്സ്പെക്ടേഷൻ ഓഫ് വൈ ആണ്. ഓക്കെ, അപ്പോൾ ഡിസ്ക്രീറ്റ് കേസ് പ്രൂവ് ചെയ്തു. ഇതുപോലെ തന്നെ കണ്ടിന്യൂസ് കേസിലും ഇൻറ്റഗ്രൽ ഓവർ എക്സ് ഇൻറ്റഗ്രൽ ഓവർ വൈ എക്സ് വൈ എഫ് ഓഫ് എക്സ് വൈ ഡി എക്സ് ഡി വൈ. അപ്പോൾ ഇതും ഇൻഡിപെൻഡൻ്റ് ആണെന്നുള്ള ഓൾറെഡി പറഞ്ഞതുകൊണ്ട് എഫ് വൺ എക്സ് ഇൻറ്റു എഫ് ടു വൈ എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ അതിനെ മാറ്റി എഴുതി ഇൻറ്റഗ്രൽ എക്സ് ഇൻറ്റു എഫ് വൺ എക്സ് ഡി എക്സ് ഇൻറ്റു ഇൻറ്റഗ്രൽ വൈ ഇൻറ്റു എഫ് ടു വൈ ഡി വൈ. ഓക്കെ, so that is expectation of x into expectation of y. So we have proved the multiplication theorem for discrete and continuous case. ഇനി അതിനൊന്ന് ജനറലൈസ് ചെയ്ത് എഴുതി. Expectation of product of n random variables is equal to product of their expectation. Okay. Next one is a theorem. If x and y are two independent random variables, MGF ആണല്ലേ, എം ഓഫ് എക്സ് പ്ലസ് വൈ ടി എന്ന് പറഞ്ഞാൽ എം എക്സ് ഓഫ് ടി ഇൻറ്റു എം വൈ ഓഫ് ടി. ഓക്കെ, അപ്പോൾ അതിൻ്റെ പ്രൂഫും കൊടുത്തിട്ടുണ്ട്. സിമ്പിൾ പ്രൂഫാണ്. എം ഓഫ് എക്സ് പ്ലസ് വൈ ഓഫ് ടി, അതായത് എം എക്സ് ഓഫ് ടി എന്തായിരുന്നു, എക്സ്പെക്ടേഷൻ ഓഫ് ഇ റേസ് ടു ടി എക്സ്, എക്സിൻ്റെ പ്ലേസിൽ എക്സ് പ്ലസ് വൈ ആണ്. സോ അത് അതുപോലെ എഴുതി. അപ്പോൾ അതിന് നമ്മൾ ഈ എക്സ്പെക്ടേഷൻ ഓഫ് ടി റേസ് ടു എക്സ് പ്ലസ് വൈനെ എങ്ങനെ എഴുതാൻ പറ്റും, ഇ റേസ് ടു ടി എക്സ് ഇൻറ്റു ഇ റേസ് ടു ടി വൈ. ഓക്കെ, ഇനി എക്സ്പെക്ടേഷൻ ഈ രണ്ടെണ്ണത്തിനും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കൊടുത്തു. എക്സ്പെക്ടേഷൻ ഓഫ് ഇ റേസ് ടു ടി എക്സ് ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് ഇ റേസ് ടു ടി വൈ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എം എക്സ് ഓഫ് ടി ആണ്, ഇതെന്ന് പറഞ്ഞാൽ എം വൈ ഓഫ് ടി ആണ്. ഹെൻസ് വി ഹാവ് പ്രൂവ്ഡ് ദി തിയറം. നെക്സ്റ്റ് നമ്മൾ തിയറം എന്ന് പറഞ്ഞ സ്റ്റേറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള, അതായത് എക്സ് പ്ലസ് വൈ രണ്ട് വേരിയബിൾസിൻ്റെ കേസിൽ നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ എൻ റാൻഡം വേരിയബിൾസിൻ്റെ കേസിൽ ഉള്ള തിയറമാണ്. എൻ റാൻഡം വേരിയബിൾസ് എം ഓഫ് സം ഓഫ് എൻ റാൻഡം വേരിയബിൾസ് ഇസ് ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് എം എക്സ് ഐ ഓഫ് ടി. ഓക്കെ, അപ്പോൾ സെയിം പ്രൂഫൊക്കെ സെയിം തന്നെ. എം സമ്മേഷൻ എക്സ് ഐ ഓഫ് ടി എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ പ്ലേസിൽ ഇതാണ്, അപ്പോൾ അതിനെ കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇനി ടീനെ ഈ സമ്മിൻ്റെ ഉള്ളിലോട്ടാക്കി എഴുതി. സോ എക്സ്പെക്ടേഷൻ ഓഫ് സം, എക്സ്പെക്ടേഷൻ്റെ പവറിൽ സമ്മ് വരുമ്പോൾ അതിന് പ്രോഡക്റ്റ് ഓഫ് എക്സ്പെക്ടേഷൻ ഓഫ് ടി എക്സ് എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിനെ എടുത്തു. ഇനി പ്രോഡക്റ്റ് ഔട്ട്സൈഡ് എടുത്തു, എക്സ്പെക്ടേഷൻ ഓഫ് ഇ റേസ് ടു ടി എക്സ്. ഓക്കെ, അപ്പോൾ എക്സ്പെക്ടേഷൻ ഓഫ് ഇ റേസ് ടു ടി എക്സ് ഐ എന്ന് പറഞ്ഞാൽ എന്താണ്, എം എക്സ് ഐ ഓഫ് ടി. സോ പ്രോഡക്റ്റ് ഓഫ് എം എക്സ് ഐ ഓഫ് ടി, ദാറ്റ് ഈസ് എൻ ജി എഫ് ഓഫ് സം ഓഫ് എൻ ഇൻഡിപെൻഡൻറ്റ് റാൻഡം വേരിയബിൾ ഇസ് ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് ദർ എൻ ജി എഫ്. അപ്പോൾ നമ്മൾ രണ്ട് റാൻഡം വേരിയബിൾസിൻ്റെ പറഞ്ഞിട്ടുള്ള സെയിം കേസ് ജനറലൈസ് ചെയ്ത് എൻ റാൻഡം വേരിയബിൾസിൻ്റെ കേസിലുള്ള പ്രൂഫാണിത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് കോവേരിയൻസ്. കോവേരിയൻസും കോറിലേഷനൊക്കെ നിങ്ങൾ ഓൾറെഡി ഫസ്റ്റ് സെമസ്റ്ററിൽ പഠിച്ചിട്ടുള്ളതാണ്.
ഓക്കെ, അപ്പോൾ കൊവേരിയൻസ് ഓഫ് എക്സ് വൈ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് COV, കൊവേരിയൻസ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു, അതിൻ്റെ എക്സ്പെക്റ്റേഷൻ ബേസ് ചെയ്തിട്ടുള്ള ഡെഫിനിഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ല. ദാറ്റ് ഇസ് ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഇൻറ്റു വൈ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ. ഓക്കെ, അപ്പോൾ ഇൻസൈഡ് ബ്രാക്കറ്റിലുള്ളതിനെ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. എക്സ് വൈ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ, ദാറ്റ് ഈസ് മൈനസ് എക്സ് ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ. ഇനി വൈ ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് മൈനസ് വൈ ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ്. ഇനി മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആണ്, എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ. ഓക്കെ, ഇനി എക്സ്പെക്റ്റേഷൻ ഈ ബ്രാക്കറ്റിലുള്ളതിന് ഓരോന്നിനും എക്സ്പെക്റ്റേഷൻ കൊടുക്കുകയാണ്. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് വൈ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ മൈനസ് അതുപോലെ തന്നെ എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ്. ഓക്കെ, പ്ലസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ. അപ്പോൾ ഇതിൽ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എക്സ്പെക്റ്റേഷൻ ഓഫ് വൈയും പ്ലസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എക്സ്പെക്റ്റേഷൻ ഓഫ് വൈയും ക്യാൻസൽ ആവും. ബാക്കി വരുന്നത് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് വൈ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ. സോ ഇതാണ് കൊവേരിയൻസ് ഫൈൻഡ് ചെയ്യാനുള്ള ഇക്വേഷൻ. പ്രോബ്ലം വരാറുണ്ട്, നമ്മുടെ PDF ഒക്കെ തന്നിട്ട്, PDF അല്ലെങ്കിൽ PMF ഒക്കെ തന്നിട്ട് കൊവേരിയൻസ് ചെക്ക് ചെയ്യാനുള്ള ഇക്വേഷൻ വരാറുണ്ട്. സോ നെക്സ്റ്റ് വൺ ഇസ് കാൾ പിയേഴ്സൺ കോറിലേഷൻ കോഎഫിഷ്യൻറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് സെമ്മിൽ ഇതുപോലെ കാൾ പിയേഴ്സൺ കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് അതിൻ്റെ ഇക്വേഷനൊക്കെ പഠിച്ചിട്ടുണ്ട്. സോ ഇൻ ടേംസ് ഓഫ് എക്സ്പെക്റ്റേഷൻ നമ്മളെങ്ങനെ കാൾ പിയേഴ്സൺ കോറിലേഷൻ ഫൈൻഡ് ചെയ്യുന്നത്. അപ്പോൾ കാൾ പിയേഴ്സൺ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഇക്വേഷനാണ് കൊവേരിയൻസ് എക്സ് വൈ ബൈ സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ. ഓക്കെ, അപ്പോൾ സിഗ്മ എക്സ് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ്, സിഗ്മ വൈ എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ. നമുക്കറിയാം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ് വേരിയൻസ് ആണ്. സോ നമുക്കിതിനെ എങ്ങനെ എഴുതാം? സിഗ്മ എക്സിന് സ്ക്വയർ റൂട്ട് ഓഫ് വേരിയൻസ് ഓഫ് എക്സ് സ്ക്വയർ റൂട്ട് ഓഫ് വേരിയൻസ് ഓഫ് വൈ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എക്സ്പെക്റ്റേഷൻ്റെ ഫോർമുല എഴുതാം. കൊവേരിയൻസ് ഓഫ് എക്സ് വൈ നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തു. അതിൻ്റെ ഇക്വേഷൻ എന്താണ്? എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് വൈ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ. ഓക്കെ, ഇനി വേരിയൻസ് എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ്, അതായത് സ്ക്വയർ റൂട്ട് ഓഫ് വേരിയൻസ് എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ദി ഹോൾ സ്ക്വയർ അല്ലേ, മീനിൻ്റെ സ്ക്വയർ. ഇനി സ്ക്വയർ റൂട്ട് ഓഫ് വേരിയൻസ് ഓഫ് വൈ എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ് എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ സ്ക്വയർ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ ദി ഹോൾ സ്ക്വയർ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പാർട്ടിൽ നിന്ന് കാൾ പിയേഴ്സൺ കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് ഫൈൻഡ് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ ഫസ്റ്റ് സെമ്മിൽ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ അപ്ലൈ ചെയ്ത് സോൾവ് ചെയ്യരുത്. മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ ഈ ഒരു ഇക്വേഷൻ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് സോൾവ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് ഇസ് കണ്ടീഷണൽ എക്സ്പെക്റ്റേഷൻ. സോ കണ്ടീഷണൽ PMF ഓഫ് ബൈവേരിയറ്റ് റാൻഡം വേരിയബിൾ ഒക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു. സോ ഇനി നെക്സ്റ്റ് നമുക്ക് കണ്ടീഷണൽ എക്സ്പെക്റ്റേഷൻ. ഓക്കെ, വൈ ഈക്വൽ ടു സ്മോൾ വൈ എന്നോ അല്ലെങ്കിൽ എക്സ് ഈക്വൽ ടു സ്മോൾ എക്സ് എന്നോ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ കറസ്പോണ്ടിങ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് അല്ലെങ്കിൽ എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ എങ്ങനെ ഫൈൻഡ് ചെയ്യാം. ഓക്കെ, സോ ഡിസ്ക്രീറ്റ് കേസും കണ്ടിന്യൂസ് കേസും നമ്മൾ പറയുന്നുണ്ട്. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഗിവൺ വൈ ഈക്വൽ ടു വൈ, വൈ ഈക്വൽ ടു വൈ സ്മോൾ വൈ എന്നുള്ള കണ്ടീഷൻ തന്നിട്ടുണ്ടെങ്കിൽ വാട്ട് ഈസ് ദി എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ്? ഓക്കെ, സമ്മേഷൻ ഓവർ എക്സ് ഇൻറ്റു കണ്ടീഷണൽ PMF. ഓക്കെ, ഇഫ് എക്സ് ആൻഡ് വൈ ആർ ഡിസ്ക്രീറ്റ്, എഫ് ഓഫ് എക്സ് ഗിവൺ വൈ. ഇനി കണ്ടിന്യൂസ് കേസ് ആണെങ്കിൽ ഇൻറ്റഗ്രൽ എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഗിവൺ വൈ dx. ഓക്കെ, സോ ഇതാണ് കണ്ടീഷണൽ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഗിവൺ ദാറ്റ് വൈ ഈക്വൽ ടു സ്മോൾ വൈ. ഒന്നുമില്ല, നമ്മൾ ഈ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ആണ് ഫൈൻഡ് ചെയ്യുന്നത്. സോ സമ്മേഷൻ എക്സ് അല്ലെങ്കിൽ ഇൻറ്റഗ്രൽ എക്സ് എന്ന് വരും. ഓക്കെ, എക്സിൻ്റെ എക്സ്പെക്റ്റേഷനാണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഇൻറ്റു നമ്മൾ സാധാരണ എന്താ ചെയ്യാറ്? ജോയിൻറ്റ് PMF അല്ലെങ്കിൽ ജോയിൻറ്റ് PDF-നാണ് ഇവിടെ എഴുതാറുള്ളത്. ആ പ്ലേസിൽ എന്ത് കൊടുക്കണം? കണ്ടീഷണൽ PMF ഓർ കണ്ടീഷണൽ PDF. ഓക്കെ, ഇതുപോലെ കണ്ടീഷണൽ എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ ഫൈൻഡ് ചെയ്യാൻ ഗിവൺ ദാറ്റ് എക്സ് ഈക്വൽ ടു സ്മോൾ എക്സ് എന്ന് പറഞ്ഞാൽ സമ്മേഷൻ ഓവർ വൈ ഇൻറ്റു എഫ് ഓഫ് വൈ ഗിവൺ എക്സ്. ഓക്കെ, കണ്ടീഷണൽ PMF ഓഫ് വൈ ഗിവൺ എക്സ്. ഇനി കണ്ടിന്യൂസ് കേസ് ആണെങ്കിൽ ഇൻറ്റഗ്രൽ വൈ ഇൻറ്റു എഫ് ഓഫ് വൈ ഗിവൺ എക്സ് dy. ഓക്കെ, സോ ദാറ്റ് ഈസ് കണ്ടീഷണൽ എക്സ്പെക്റ്റേഷൻ. ഇനി ഇതുപോലെ കണ്ടീഷണൽ വേരിയൻസ് ഫൈൻഡ് ചെയ്യാൻ വേരിയൻസ് ഓഫ് എക്സ് ഗിവൺ വൈ ഈക്വൽ ടു വൈ എന്ന് പറഞ്ഞാൽ
എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ, നമ്മൾ സാധാരണ വേരിയൻസ് ഫൈൻഡ് ചെയ്യുമ്പം എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ദി ഹോൾ സ്ക്വയർ എന്നായിരുന്നു. അതന്നെ സെയിം തന്നെ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ ഗിവൺ വൈ ഈക്വൽ ടു വൈ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഗിവൺ വൈ ഈക്വൽ ടു വൈ ദി ഹോൾ സ്ക്വയർ. ഓക്കെ, സെയിം തന്നെ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ദി ഹോൾ സ്ക്വയർ തന്നെ, പക്ഷേ കണ്ടീഷനും കൂടെ തന്നിട്ടുണ്ട് വൈ ഈക്വൽ ടു സ്മോൾ വൈ. സോ എഗെയിൻ ഇത് ഫൈൻഡ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ ഗിവൺ വൈ ഈക്വൽ ടു വൈ എന്ന് പറഞ്ഞാൽ ഡിസ്ക്രീറ്റ് ആണെങ്കിൽ സമ്മേഷൻ എക്സ് സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് എക്സ് ഗിവൺ വൈ. ഓക്കെ, ഇനി കണ്ടിന്യൂസ് ആണെങ്കിൽ ഇൻ്റഗ്രൽ ഓവർ എക്സ് സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് എക്സ് ഗിവൺ വൈ ഡി എക്സ്. ഓക്കെ, ഇത് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള കണ്ടീഷണൽ എക്സ്പെക്റ്റേഷൻ ഫൈൻഡ് ചെയ്യാനുള്ള ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അതിൽ തന്നെ എക്സ് എന്ന് കൊടുക്കുന്നിടത്ത് എക്സ് സ്ക്വയർ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ടേം നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ എക്സ് ഗിവൺ വൈ ആണ് നമ്മൾ പറഞ്ഞത്. അതുപോലെ വൈ ഗിവൺ എക്സ് എന്ന് പറഞ്ഞാൽ എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ സ്ക്വയർ ഗിവൺ എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ ഗിവൺ എക്സ് ഈക്വൽ ടു എക്സ് ദി ഹോൾ സ്ക്വയർ. ഓക്കെ.